നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കട്ടപ്പന നഗരസഭ ബഡ്ജറ്റ് ചർച്ച ബഹിഷ്കരിച്ച് LDF കൗൺസിലർമാർ. ആശാ വർക്കർമാർക്ക് 2000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ച കട്ടപ്പന നഗരസഭ ബഡ്ജറ്റ്. വികസന പ്രവർത്തനങ്ങൾ കണ്ട് ഭയന്ന കൗൺസിലർമാരാണ് ബഹിഷ്കരിച്ചതെന്ന് ഭരണസമിതി. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. കട്ടപ്പന നഗരസഭ ബഡ്ജറ്റിന് ഭരണസമിതി അംഗീകാരം നൽകി. അഭിപ്രായ പ്രകടനത്തിന് ശേഷം ബഡ്ജറ്റ് സമ്മേളന ചർച്ച LDF കൗൺസിലർമാർ ബഹിഷ്കരിച്ചു. 2025-26 അതായത് അവസാനത്തെ ബഡ്ജറ്റായിരുന്നു നടന്നത്. എല്ലാ ബഡ്ജറ്റുകളും കഴിഞ്ഞ 4 വർഷം നടന്ന ബഡ്ജറ്റുകളിൽ ഒരു തനിയാവർത്തനം മാത്രം, ഒരു പുതുമയും ഇല്ലാത്ത. എല്ലാ വർഷവും പറയുന്ന കല്യാണത്തിൻ്റെ ടൂറിസം, എല്ലാ വർഷവും പറയുന്ന താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ വികസനം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് ഗ്രാമീണ റോഡുകൾക്ക് അധികമായ ഫണ്ട് വെക്കാതെ, കുടിവെള്ളത്തിനെക്കുറിച്ച് സംസാരിക്കാതെ, കട്ടപ്പനയുടെ വികസനത്തിന് ഉതകുന്ന യാതൊരു പദ്ധതി ഇല്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രം നടത്തിയൊരു ബഡ്ജറ്റാണിത്. നമുക്കറിയാം, നമ്മുടെ 20 ഏക്കറിലെ പാലത്തിൻ്റെ സമീപം താമസിക്കുന്ന അവരെ മാറ്റാൻ വേണ്ടി ഒരു 10 രൂപ പോലും അതിനുവേണ്ടി വകയിരുത്താതെ, അതോടൊപ്പം നമ്മുടെ യുവാക്കളുടെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഇടതുപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെടുന്നതാണ് കട്ടപ്പനയിലെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു കളിസ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നാമമാത്രമായ തുകയെങ്കിലും ഒരു ബഡ്ജറ്റ് പ്രൊമോഷൻ പോലും അതിനകത്ത് വെക്കാതെ ഈ നാട്ടിലെ യുവജനങ്ങളെ മുഴുവൻ അവഗണിക്കുന്ന നിലപാടാണ് കട്ടപ്പന നഗരസഭ എടുത്തിരിക്കുന്നത്. കട്ടപ്പന നഗരസഭയിലുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ അവർക്കൊരു പൊതുവായിട്ടുള്ള ഒരു സ്ഥലം, അതായത് കുറഞ്ഞ ഫീസ് നിരക്കിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ടൗൺ ഹാള്. ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ 5 കൊല്ലം നവീകരണവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ അതിന് ചെലവഴിക്കുന്നതല്ലാതെ അതൊന്ന് പൊളിച്ചു പണിയണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. അത് ഇത്തവണ ബജറ്റിൽ അതിന് ഫണ്ട് വകയിരുത്തിയിട്ടുമില്ല. അത് വളരെ ഒരു നാട്ടുകാരോടുള്ള, നഗരസഭയിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കൗൺസിലർമാർ നല്ല ഒരു വാർഡിലേക്ക് മിക്ക കാര്യമായ പരിഗണനയൊന്നുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം 14 ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഒരു വാർഡിലേക്ക്. അത് ഈ പ്രാവശ്യം 6.5 ലക്ഷം രൂപ മാത്രമാണ്. അതായത് ഓൺ ഫണ്ടുകൾ കൂടി 8.5 ലക്ഷം രൂപ, അതായത് 6 ലക്ഷം രൂപ അതിൽ തന്നെ കുറഞ്ഞു. അതുപോലെ 5 വർഷം മുമ്പ് പണി ആരംഭിച്ചതാണ് വാഴവരയിലെ അർബൻ PHSയുടെ കെട്ടിടം. ഇതുവരെ അതിൻ്റെ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിക്കാൻ ഭരണസമിതിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ടൂറിസത്തിന് ഞങ്ങൾക്കെല്ലാം താല്പര്യമുള്ളതാണ്, കൂടുതൽ പ്രൊമോഷൻ കൊടുക്കേണ്ടതാണ്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ സർക്കാരിൻ്റെ സ്ഥലം കണ്ട് ഓരോ വർഷം ഫണ്ട് വെക്കുന്നതല്ലാതെ അതിനുള്ള മറ്റൊരു മാർഗങ്ങളെക്കുറിച്ച് നഗരസഭ അന്വേഷിക്കുന്നില്ല, ആലോചിക്കുന്നില്ല എന്നുള്ളതോട് ഈ സമയത്ത് പ്രസ്താവിക്കേണ്ടത്. അതുപോലെ ആരോഗ്യ മേഖലയിൽ ശരിക്കും പരിഗണന കൊടുക്കേണ്ട ഒരു നഗരസഭ നമ്മുടെ 4 വാർഡിൻ്റെ ഒരു സബ് സെൻ്ററാണ് അമ്പലമേട്ടിലുള്ളത്. 5 വർഷക്കാലമായിട്ട് ഞങ്ങൾ ഇവിടെ ആവശ്യം ഉന്നയിക്കുകയാണ്. മതിലോ മറ്റ് സംവിധാനങ്ങളോ കുടികളോ ഒന്നും അവിടെ ഇല്ല. പക്ഷേ ഇതുവരെ അവിടെ പൈസ വെക്കാമെന്ന് പറയുന്നതല്ലാതെ ഈ ബഡ്ജറ്റിലും അത് കണ്ടില്ല. ഇപ്പോൾ പറയുന്നത് 522ാമത്തെ പ്രോജക്റ്റാണ്, അത് അടിച്ചു വന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതിന് പൈസ വെച്ച് അവിടെയുള്ള ജനങ്ങളുടെ ആരോഗ്യപ്രദമായ കാര്യങ്ങളിൽ ഇടപെടണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ, ഈ കട്ടപ്പന നഗരസഭയാണ് ശരിക്കും ഈ നഗരസഭയിൽ ഇത്രയും മോശമായിട്ട് കിടക്കുന്ന ഈ സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള റോഡ്, ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ട് വശം പോലും ഇത്രയും മോശമായിട്ടുള്ള റോഡ് വേറെ എങ്ങും കാണാൻ ഒരു പഞ്ചായത്ത് പോലും ഇല്ല. അപ്പം അതൊക്കെ ഒന്ന് നവീകരിക്കണം എന്നും കൂടി പറയുക. കട്ടപ്പന നഗരസഭയുടെ മധ്യഭാഗത്തുള്ള കല്ലൂരിന് 8ാം വാർഡിലെ 2018 തകർന്നു പോയ വഴി ശരിയാക്കാനായിട്ട് 47 ലക്ഷം രൂപ CMLRP ഫണ്ടിൽ അനുവദിക്കുകയും, പക്ഷേ അതിൽ നിന്ന് 1 രൂപ പോലും നഗരസഭയ്ക്ക് ചിലവാക്കി അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. കല്ലൂരിലുള്ള ജനങ്ങളോടുള്ള ഏറ്റവും വലിയ അവഗണനയാണത്. അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം ഏറ്റവും അധികം രൂക്ഷമായിട്ടുള്ള പ്രദേശമാണ് കല്ലൂരിന്. ഒരു നിലപാടും ആ ഒരു കാര്യത്തിലും നഗരസഭ സ്വീകരിച്ചിട്ടില്ല. 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ 5,26,52,700 രൂപയുടെ മുന്നിരിപ്പും 96,6,49,803 രൂപയുടെ വരവും ഉൾപ്പെടെ 101,33,02,503 രൂപ ആകെ വരവും 93,43,29,703 രൂപ ചെലവും 7,89,02,800 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അവതരിപ്പിച്ചിരുന്നു. അതിൽ പ്രകാരമുള്ള ചർച്ചയ്ക്ക് ശേഷം ബഡ്ജറ്റ് അംഗീകരിച്ചു. ഇന്നലെ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. ഇന്നലെ ബഡ്ജറ്റായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചർച്ചയായിരുന്നു. ചർച്ചയുടെ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ
അത് പൂർത്തീകരിച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി സ്ഥലം വാങ്ങുന്നതിന് 75 ലക്ഷം രൂപയായിരുന്നു വകയിരുത്തിയിരുന്നത്. അതിൽ കുറച്ചുകൂടി തുക വർദ്ധിപ്പിക്കാൻ ഭേദഗതി നിർദ്ദേശത്തിലൂടെ തീരുമാനമായി. ആശാ വർക്കർമാർക്ക് പ്രതിമാസം നഗരസഭ 1000 രൂപ വീതം നൽകുന്നതിന് തീരുമാനിച്ചിരുന്നു. അത് നിർദ്ദേശപ്രകാരം 2000 രൂപയാക്കി. കായിക രംഗത്തിന് കൂടുതൽ പരിഗണന നൽകും. ലൈബ്രറികൾ വഴി PSC പഠനത്തിനുള്ള സഹായങ്ങൾ നൽകും. യോഗത്തിൽ വിവിധ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഭേദഗതികൾ വരുത്തി. 2025-26 വർഷത്തേക്കുള്ള കട്ടപ്പന നഗരസഭയുടെ ബഡ്ജറ്റ് ഇന്നലെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് ആ ബഡ്ജറ്റിനെ കുറിച്ച് വളരെ വിശാലമായ ചർച്ച നടക്കുകയുണ്ടായി. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന കുറച്ച് ഭേദഗതികൾ ബഡ്ജറ്റ് തയ്യാറാക്കിയ ഭരണസമിതിക്ക് വേണ്ടി തയ്യാറാക്കിയ വ്യക്തി എന്ന നിലയിൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി വന്നത് താലൂക്ക് ആശുപത്രിക്ക് സ്ഥലമെടുക്കുന്നതിന് 75 ലക്ഷം രൂപയാണ് വക ഒഴിച്ചിരുന്നത്. എന്നാൽ അത് കുറച്ച് പര്യാപ്ത കുറവുണ്ട്, അത്രയും പൈസ പോരാ എന്നൊരു അഭിപ്രായം രൂപപ്പെട്ട് വരികയുണ്ടായി. നമ്മുടെ പദ്ധതികൾ അറിയാലോ, ഗവൺമെൻറ് പൈസയൊക്കെ വെട്ടിക്കുറച്ച് വളരെ കുറച്ച് പൈസകൾ മാത്രമാണ് വാർഡിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ മുനിസിപ്പാലിറ്റിയുടെ വരുമാനത്തിൻ്റെ സോഴ്സ് ഒന്നുകൂടി പരിശോധിച്ച ശേഷം കുറച്ചുകൂടി പൈസ വെക്കാൻ കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിന് കുറച്ചുകൂടി പൈസ വക കൊള്ളിക്കുക ഭേദഗതി നിർദ്ദേശത്തിലൂടെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി എന്ന് പറയുന്നത് ആശാ വർക്കർമാർക്ക് ഇന്നലെ 1000 രൂപ വെച്ച് ഓണറേറിയം മാസം കൊടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച കൗൺസിലേഴ്സിൽ ബഹുഭൂരിപക്ഷം കൗൺസിലേഴ്സും അതൊരു 2000 രൂപയെങ്കിലും ആക്കി കൊടുക്കണം എന്ന ഒരു നിർദ്ദേശം സമർപ്പിക്കുകയുണ്ടായി. ആശാ വർക്കർമാർക്ക് പ്രതിമാസം 2000 രൂപ വെച്ച് ഓണറേറിയം കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള പൈസ ബഡ്ജറ്റിൽ വകയിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബാസ്ക്കറ്റ്ബോൾ, നീന്തൽ, ക്രിക്കറ്റ് അങ്ങനെ വിവിധ തരങ്ങളിലുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, കുട്ടികൾക്കും മറ്റ് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു മെച്ചപ്പെട്ട ഒരു സേവനം കൊടുക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ തുക ബഡ്ജറ്റിൽ വകകൊള്ളിക്കുന്നതാണ്. അതേപോലെ ലൈബ്രറികൾ, PSC നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ 10 ലൈബ്രറികളാണ്. അപ്പോൾ PSC കോച്ചിങ്ങിന് പല സ്ഥലം ഉണ്ടെങ്കിൽ പോലും അതിന് ചിലപ്പം പുസ്തകങ്ങളൊന്നും പൂർണ്ണമായി കിട്ടുന്നില്ല. അപ്പോൾ PSCക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഗുണകരമാകുന്ന രൂപത്തിൽ അവർക്കാവശ്യമായ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് ഒരു ലൈബ്രറിക്ക് 10,000 രൂപ വെച്ച് കൊടുക്കുന്നതിന് ഉള്ള പൈസ ബഡ്ജറ്റിൽ വകയിരുത്തുന്നതാണ്. ബഡ്ജറ്റ് എല്ലാവരും കൂടി നന്നായി നമുക്ക് ബഡ്ജറ്റിൽ ചർച്ചയിൽ ആളുകൾ പങ്കെടുത്തു. ബഡ്ജറ്റ് ഐകകണ്ഠേന അംഗീകരിച്ചു. ഈ ഭേദഗതികളോടുകൂടി 2025-26 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള തീവ്ര ശ്രമവുമായി ഭരണസമിതി. LDF തനിയാവർത്തനമാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയല്ലോ, മറുപടി കേൾക്കാൻ നിന്നില്ലല്ലോ. തനി ആവർത്തനമാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണസമിതിയുടെ തുടർച്ച എന്ന നിലയിൽ ഇപ്പോൾ PMAYക്ക് പൈസ കൊടുക്കാൻ ബഡ്ജറ്റിൽ പൈസ വെക്കണ്ടേ? പണിതുകൊണ്ടിരിക്കുന്ന ഈ ഇറങ്ങിപ്പോയ കൗൺസിലർമാരുടെ വാർഡിലെ PMAYയുടെ വീട് പണിയുന്ന സാധുക്കൾക്ക് അവരുടെ പണി പൂർത്തിയാകുമ്പോൾ പൈസ കൊടുക്കണ്ടേ? അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ PMAYയുടെ വീടിന് പൈസ വെച്ചിട്ടുണ്ട്, ഈ വർഷം വെക്കണ്ടേ? അതേപോലെ അംഗൻവാടിയിലെ ആളുകൾക്ക് അതുപോലെ അനിവാര്യ പ്രോജക്റ്റുകൾ, ആ പ്രോജക്റ്റുകൾക്കൊക്കെ കഴിഞ്ഞ വർഷത്തെ പൈസ വെക്കണ്ടേ? പുതിയ പ്രോജക്റ്റ് എന്താണെന്നുള്ളതല്ലേ നോക്കണ്ടേ? പുതിയ പ്രോജക്റ്റിലെ നമ്മൾ എന്തൊക്കെ പ്രോജക്റ്റ് കൊണ്ടുവന്നു. അപ്പം ബഡ്ജറ്റ് തനിയാവർത്തനമാണെന്ന് പറഞ്ഞാൽ അനിവാര്യ പ്രോജക്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രോജക്റ്റുകൾക്കുള്ള തുക ആവർത്തിച്ച് വരും. അത് ഈ മുനിസിപ്പാലിറ്റി ഉണ്ടായ അല്ലെ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെങ്കിലും അത് ആലോചിച്ച് വരും, ആവർത്തിച്ച് വരും. ഇപ്പം കൃഷി ഓഫീസിന് അനുബന്ധ ചെലവുകൾ കഴിഞ്ഞ വർഷം കൊടുക്കുന്ന ഈ വർഷം കൊടുക്കണ്ടേ? കറണ്ട് അടയ്ക്കാൻ പൈസ കൊടുക്കണ്ടേ? അപ്പോൾ അത് ആവർത്തിച്ച് വരും. അത് ആവർത്തന ചെലവാന്ന് പറയാം. അത് തനിയാവർത്തനമാണെന്ന് പറയാൻ പറ്റുമോ? പുതിയതെന്തുണ്ട്? താലൂക്ക് ആശുപത്രിക്ക് സ്ഥലം വാങ്ങാമെന്ന പുതിയ പദ്ധതിയല്ലേ? കമ്പനിപ്പടിയിലെ ആവാസ വ്യവസ്ഥകളില്ലാത്ത വീട് സ്ഥലവുമില്ലാത്ത ജനങ്ങളെ പുനരധിപ്പിക്കാൻ സ്ഥലം വാങ്ങുന്ന പുതിയ പദ്ധതിയല്ലേ? പുളിയമ്പലിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം വാങ്ങുമെന്ന് പറഞ്ഞ പുതിയ പദ്ധതിയല്ലേ? ഇൻസിമിനേറ്റർ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പുതിയ പദ്ധതിയല്ലേ? രാസവളം കൊടുക്കുന്നത് പുതിയ പദ്ധതിയല്ലേ? പമ്പ് സെറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ പുതിയ പദ്ധതിയല്ലേ? അങ്ങനെ എത്രയോ പദ്ധതികൾ കൊണ്ടുവന്നു. അപ്പോൾ തനിയാവർത്തനം എന്ന് പറഞ്ഞാൽ
കുറച്ച് അനിവാര്യ പ്രോജക്റ്റുകൾ ആവർത്തിച്ച് മൃഗാശുപത്രി മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കും. കഴിഞ്ഞ വർഷം കൊടുത്ത് ഈ വർഷം കൊടുക്കണ്ടേ? താലൂക്ക് ആശുപത്രിക്ക് മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കണ്ടേ? ആയുർവേദ ആശുപത്രിക്ക് പൈസ കൊടുക്കണ്ടേ? ഹോമിയോ ആശുപത്രിക്ക് പൈസ കൊടുക്കണ്ടേ? അതൊക്കെ ആവർത്തിച്ച് വരും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ മെച്ചപ്പെട്ട തുക എല്ലാവർക്കും അവരുടെ ആവശ്യമനുസരിച്ച് അവിടുത്തെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ അധിപന്മാർ നമ്മളോട് ആവശ്യപ്പെട്ട തുക എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതേസമയം ബഡ്ജറ്റ് ചർച്ച LDF ബഹിഷ്കരിച്ചു. ബഡ്ജറ്റിൽ മലയാള ഭാഷയെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നും ഒഴിവാക്കിയതടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് നഗരസഭയായി ഉയർന്നതിനു ശേഷം 10ാമത്തെ ബഡ്ജറ്റായിരുന്നു ഇത്. പ്രധാനമായും ബഹുഭാഷാ പദ്ധതികളെ ഒഴിവാക്കി 1 വർഷ കാലാവധിയിൽ തീരുന്ന പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആക്ഷേപങ്ങൾ ഒഴിച്ച് മറ്റ് കൗൺസിലർമാർ ബഡ്ജറ്റിന് ആശംസകൾ നേരുകയും ബഡ്ജറ്റ് അംഗീകരിക്കുകയും ചെയ്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ? സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ് എന്നും സ്വന്തം.